ഹലോ, ഞാൻ റിയാസ് ബിൻ ഉബൈദ്. ഏകാന്തത അനുഭവിക്കുന്ന ആളുകളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന ചില ശീലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആൾക്കൂട്ടത്തിൽ നിന്നും അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കാറാണ് പതിവ്. അല്ല എങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുമെന്ന ഭയം കാരണം കൂടുതൽ സമയങ്ങളും ഒറ്റയ്ക്ക് ചിലവഴിക്കുവാൻ വേണ്ടിയാണ് ശ്രമിക്കാറ്. അതായത് സാമൂഹിക ഇടപെടലുകളേക്കാൾ കൂടുതൽ ഒറ്റയ്ക്കിരിക്കുന്നതിനെയാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അതിന് മാത്രമാണ് അദ്ദേഹം മുൻഗണന നൽകുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയുള്ള ആളുകൾ മറ്റുള്ളവരുമായിട്ട് നേരിട്ട് സംസാരിക്കുവാനോ ഇടപഴകുവാനോ നിൽക്കില്ല. പകരം സോഷ്യൽ മീഡിയയെ ഒരു ആശയവിനിമയത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗമായി ഇവർ ഉപയോഗിക്കും. അതായത് അടുത്തുള്ള ആളുകളോട് പോലും നേരിട്ട് സംസാരിക്കാതെ സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കും ഇവർ കൂടുതലും സംസാരിക്കുന്നത്. ഇനി ഇവരിൽ ഏൽപ്പിക്കപ്പെട്ട ജോലികൾ ചെയ്യുന്നത് ഇവർ മനഃപൂർവ്വം മാറ്റിവെക്കുകയോ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കുകയും ഇങ്ങനെയുള്ള ആളുകളിൽ സർവ്വസാധാരണയായിട്ട് കാണപ്പെടുന്നൊരു കാര്യമാണ്. അതുമാത്രവുമല്ല, ഏകാന്തത അനുഭവപ്പെടുന്ന ആളുകൾ അമിതമായിട്ട് ചിന്തിക്കുകയും സ്വയം സംശയിക്കുകയും ചെയ്യാറുണ്ട്. ഇനി എന്തെങ്കിലും ഒരു കാര്യം അവരെ ബാധിച്ചെന്നിരിക്കട്ടെ, പക്ഷെ അവർ ആ ബാധിച്ച കാര്യത്തേക്കാൾ കൂടുതലായിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ആലോചിച്ചായിരിക്കും അവർ കൂടുതൽ വിഷമിക്കുന്നത്. മാത്രവുമല്ല, ആളുകൾ കൂടുന്ന പരിപാടികളിൽ നിന്നോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടൊപ്പം ഉണ്ടാക്കിയ പ്ലാനുകളിൽ നിന്നോ, ഇപ്പോൾ ടൂറ് പോകാൻ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്ലാനുകളിൽ നിന്നോ അവസാന നിമിഷമാവുമ്പോൾ അവർ പൂർണ്ണമായിട്ടും അതിൽ നിന്നും ഒഴിവാകും. ഇവരിങ്ങനെ ചെയ്യുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം സാമൂഹിക സാഹചര്യങ്ങൾ അവരിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ്. മറ്റൊന്ന്, ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ സ്വന്തം ആരോഗ്യകാര്യത്തിൽ യാതൊരുവിധ ശ്രദ്ധയും ഉണ്ടാവില്ല. അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, വലിച്ചു വഴി കഴിക്കുക, സമയബന്ധിതമായിട്ട് കഴിക്കാതിരിക്കുക, യാതൊരുവിധ വ്യായാമവും ചെയ്യാതിരിക്കുക, ഒന്നെങ്കിൽ കൂടുതലായിട്ട് ഉറങ്ങുക, അല്ല എങ്കിൽ തീരെ ഉറങ്ങാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകളിൽ സർവ്വസാധാരണയായിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ഏകാന്തതയിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും ആശ്വാസം നേടുവാൻ വേണ്ടി ഭക്ഷണം അമിതമായിട്ട് കഴിക്കുന്ന ഒരു ശീലം ഇത്തരക്കാരിൽ ചില ആളുകളിലെങ്കിലും കണ്ടുവരാറുണ്ട്. നമുക്കറിയാം, ഇത് അമിത വണ്ണത്തിനും മറ്റ് അനാരോഗ്യകരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുമൊക്കെ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് TV അമിതമായിട്ട് കാണുകയോ അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകൾ കളിക്കുകയോ ചെയ്യുന്നത്. മറ്റുള്ള ആളുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇത് പലപ്പോഴും അവരുടെ ശരീരത്തിനും ആരോഗ്യത്തിനും വളരെയേറെ ദോഷകരമായിട്ടാണ് ബാധിക്കാറുള്ളത്. ഈ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവരാകട്ടെ അവരുടെ ഓഫീസിലും അല്ലെങ്കിൽ ജോലി സ്ഥലത്തുമൊക്കെ അമിതമായിട്ട് ജോലി ചെയ്യാറുണ്ട്. ഇത് ഏകാന്തത മറയ്ക്കുവാനും സാമൂഹിക ഇടപെടലുകൾ ഒഴിവാക്കാനുമാണ് ഇവർ കൂടുതൽ സമയം ജോലിയിൽ ചെലവഴിക്കുന്നത്. അതായത് ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം അവരുടെ മാനസിക ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് അടിയന്തരമായിട്ടുള്ള കൗൺസിലിങ്ങിന് വിധേയമാക്കണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.